തുടരുക. ടി കെ രാജ്മോഹൻ, റിട്ടയർഡ് SP നമുക്കൊപ്പമുണ്ട്. ശ്രീ രാജ്മോഹൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചൈത്ര തെരേസ ജോൺ, ആലപ്പുഴ SP വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്കിപ്പോഴും ഒരു വ്യക്തത കുറവ് വരുന്ന അല്ലെങ്കിൽ സംശയം തോന്നുന്ന കാര്യം, 15 വർഷം മുമ്പ് അപ്രത്യക്ഷമായ ഒരു യുവതിയെക്കുറിച്ച് ആർക്കും എന്തുകൊണ്ട് പരാതി ഉണ്ടായില്ല എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ ഒരു കാരണമായിരിക്കാം. ഈ കേസിൽ ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സമാനമായ കേസുകൾ അന്വേഷിച്ചിട്ടുള്ള പരിചയം മുൻനിർത്തി താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് വിശ്വാസയോഗ്യമാണോ? അല്ലാതെ ഇതിപ്പം 15 വർഷമായിട്ടൊരു സ്ത്രീയെ കാണുന്നില്ല. അപ്പം ഒരു സ്വാഭാവികമായി ചോദിക്കാം, എന്തുകൊണ്ട് ഇതുവരെ ആരും അന്വേഷിച്ചില്ല? അപ്പൊ അത് ആ സ്ത്രീയുടെ ലൈഫ് സ്റ്റൈല്, ജീവിത സ്റ്റൈലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീവിത മാർഗങ്ങളിലോട് അങ്ങനെ പോകുന്ന ഒരു സ്ത്രീയാണെന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ബന്ധുക്കൾ അന്വേഷിച്ച് കാണും. അപ്പം അവർ പാവപ്പെട്ടവരായതുകൊണ്ടും അവർ ആരും കൂടുതലായിട്ട് പ്രോബ് ചെയ്യാനൊന്നും ആരും തയ്യാറായിട്ടുണ്ടാവില്ല, ആരും പരാതിയും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും വന്നിരിക്കുന്ന കാര്യം ഒരു പരാതിയല്ല, ഒരു ഊമക്കത്ത് ലഭിച്ച കാര്യം പോലീസ് വളരെ മൈന്യൂട്ടായിട്ട് ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്തിട്ട് അത് ശരിയാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പോലീസിന് ആവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ ആളെ കാണാതാകുമ്പോൾ പരാതി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അന്വേഷിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ 15 വർഷമായിട്ട് നമുക്ക് മിസ്സിംഗ് ആയ ഒരാളെ കുറിച്ച് യാതൊരു വിവരം ലഭിക്കാതിരിക്കാം. അപ്പൊ അത് സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ഇനി മനസ്സിലാക്കണം. അങ്ങനെ ആരും കാണാതായിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരായാലും ആരായാലും അവരുടനെ നടപടി എടുക്കണം. അതായത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ആ വിവരം അറിയിച്ചാൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴിവിടെ ഈ ആലപ്പുഴ പോലീസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്തരത്തിലൊരു സെപ്റ്റി ടാങ്കിലൊക്കെ 15 വർഷം ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡീക്കേയിങ് ഉണ്ട്, കൂടാതെ അതിന്റെ എവിഡൻസ് നശിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ചില എവിഡൻസുകൾ ലഭിക്കും. തീർച്ചയായിട്ടും അത് ഫോറൻസിക് എക്സാമിനേഷന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോറൻസിക് എക്സാമിനേഷന് ശേഷം തീർച്ചയായിട്ടും പോലീസ് ഒരു പോസിറ്റീവായ ഒരു ഫാക്ട് പൊതുസമൂഹത്തിന് ഞാനൊക്കെ കരുതുന്നുണ്ട്. സർ, ഒരു സംശയം കൂടി. അതായത് ഇതിപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ പോലീസ് നൽകുന്ന വിശദീകരണവും ഈ കേസിൽ നൽകിയ മൊഴികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലാണ് നമ്മൾ ഇത്തരമൊരു ചിത്രം നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. പക്ഷേ ഇതിന്റെ തുടർ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ, കോടതിയിലെത്തുമ്പോൾ പോലീസിന്റെ ഈ വാദങ്ങൾക്ക്, പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് എത്ര കണ്ട് നിയമ പിന്തുണ ലഭിക്കും? എന്താണ് ഇത്തരം കേസുകളുടെ ഒരു ഭാവി? ഇതിലത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്? തീർച്ചയായിട്ടും അതൊരു സംശയം തന്നെയാണ്. കാരണം 15 വർഷത്തിന് ശേഷം ഒരു ഇൻഫർമേഷൻ കിട്ടുക, ആ ഇൻഫർമേഷന് മേളിൽ പോലീസ് വർക്കൗട്ട് ചെയ്യുക, അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ഒരു പ്രോപ്പർ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുക. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ ഒരു പ്രവൃത്തിയാണ്. ഇറ്റ്സ് വെരി ടഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. കാരണം ഈ മിസ്സിംഗ് ലിങ്ക്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഈ സയന്റിഫിക് എവിഡൻസിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് സയന്റിഫിക് എവിഡൻസ് കൂടുതൽ കോർത്തിണക്കിക്കൊണ്ട് പിന്നെ സാഹചര്യ തെളിവുകളും മറ്റ് എവിഡൻസുകളും, അതായത് ഡയറക്റ്റ് എവിഡൻസ്, അതായത് സാക്ഷികളുടെ മൊഴി, അവരുടെ മിസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിയാൽ തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു കേസ് പോലീസിന് കോടതി മുമ്പാകെ സമർപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ സയന്റിഫിക് ആയിട്ട്, ഞാൻ പറയുന്നത് വളരെ സയന്റിഫിക് ആയിട്ടും വളരെ കൂലങ്കക്ഷമായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഫോം ചെയ്ത് ഇതിന് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്ത് എല്ലാ എവിഡൻസുകളും, സംശയമുള്ള അല്ലെങ്കിൽ ഏറ്റവും മൈന്യൂട്ട് എവിഡൻസ് പോലും മുന്നോട്ടെടുത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ശക്തമായൊരു കേസ് പ്രോസിക്യൂഷന് വെക്കാൻ പറ്റും. അത്തരത്തിൽ ഈ പ്രതികളെ ശിക്ഷിക്കപ്പെടാനും തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. സർ, ഒരു കാര്യം കൂടി, നമുക്കറിയാം നമ്മുടെ പോലീസ് സേന അത് വളരെ ശുഷ്കമാണ്. അതായത് ആൾബലത്തിൽ കുറവാണ്, നിരവധി മറ്റ് എൻഗേജ്മെന്റ്സ് ഉണ്ട്. അപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു പോലീസ് അധികാരികൾക്ക് മുന്നിൽ പലതരത്തിലുള്ള പരാതികൾ വരാറുണ്ട്. അതിൽ ഇത്തരം വരുന്ന ഊമക്കത്തുകൾ പോലും നമുക്ക് പലപ്പോഴും എല്ലാ പരാതികളും അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതിനിടയിലാണ് ഇത്തരം ഒരു ഊമക്കത്തിന് പിന്നാലെ നടക്കുന്ന അന്വേഷണം ഇത്ര സുപ്രധാനമായ ഒരു തെളിവിലേക്കും കൊലപാതകത്തിലേക്കും ചുരുളഴിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പോലീസിന്റെ ഒരു ആർജവം നമുക്ക് പ്രത്യേകം ഒന്ന് പരാമർശിക്കേണ്ടി വരും എന്ന് തോന്നുന്നു, അല്ലെ? തീർച്ചയായിട്ടും. കാരണം കേരള പോലീസിന് ഈ കേസ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഒരു നല്ല ശക്തമായൊരു കേസ് കോടതി മുമ്പാകെ സമർപ്പിക്കാൻ പറ്റിയ തീർച്ചയായിട്ടും ഒരു പൊൻതൂവലാണ് ആലപ്പുഴ പോലീസിന്. തീർച്ചയായിട്ടും നമുക്ക് ഈ പോലീസിനെ കുറിച്ച് നമ്മളെല്ലാവരും വളരെ ആശങ്കാകുലരായിട്ടും പോലീസിന്റെ എഫിഷ്യൻസിനെ കുറിച്ചൊക്കെ വളരെ സംശയമുള്ള പല അഭിപ്രായങ്ങളും പൊതുസമൂഹത്തിൽ വരുന്നുണ്ടല്ലോ. പക്ഷെ അതിനൊക്കെ മറുപടിയായിട്ട് ഈ കേസ് തീർച്ചയായും കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം
ഒരു ഊമക്കത്തിലാണ് കേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല കേസുകളും ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ട് പ്രോസിക്യൂഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് പോലീസ് ഇതിനു മുൻപും. പക്ഷെ നമ്മളെ ഈ കാലത്ത് ഈ മാറി വരുന്ന കാലഘട്ടങ്ങളിൽ പോലീസിനെ കുറിച്ച് ഒരുപാട് പരാതികളൊക്കെ വരുമ്പോൾ ഒരു ഊമക്കത്തിനെ ബേസ് ചെയ്ത് പോലീസ് ഇത്തരത്തിൽ മുന്നോട്ട് പോയതും അത് തന്നെ വലിയ പിടിപാടില്ലാത്ത ആളാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ സമൂഹത്തിലെ താഴെക്കടയിലെ ആൾക്കാരുടെ കാര്യത്തിലും പോലീസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതിന് സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത്. ഓക്കെ, വളരെ നന്ദി രാജ്മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും